Communicative English. Speaking. Communicative English words. Now, apart from what you people normally speak in English, in the morning we had a session, you prepared a blog. Now we'll be having another session of you speaking. Uncle is going to teach you some words which will be good to know. Right? The very first thing, what is I am putting here? A. I am writing it here. You should know that. What is it? B. Right? Kick. When you fight, normally use all these things. You should know about this, right? Yeah. Because you're going to speak about the friend I hate the most. Suppose you pick up a fight with your friends, all these things you have to know. Show. That is called? Show. Show. Okay? Show. Photo. Pitch. Pitch അല്ല. Pinch. Choke. Right? So let us start with the words. Normally this a single person can't do it, right? You require two people to do it, right? So the two people who we can call Jaslyn and Jason. You people fight at home? Sometimes. Don't do it daily, no? Tell that sir has taught me something, so we will do it daily. Okay, come and stand here. Everybody look. No. Is it clear? You stand like this. Now the first word is called as Slap. slap. So don't do it in a big way. Just enact. What is slap? അങ്ങനടാ ഇങ്ങനെ കൈ വെച്ചോ ഇതെന്താണ് പറയുക? What is it called? Slap. എന്താ പറയുക? സ്ലാപ്പ്. ഇങ്ങനെ അടിക്കില്ലേ ചിലടത്തേക്ക്? അതിനെന്താ പറയുക നമ്മള്? Just like slap your brother. അവള് മടിയില്ലാണ്ട് അടിക്കുകയും ചെയ്യും ശരിക്ക്. കാത്തിരിക്കുക തോന്നുന്നു അല്ലേ? This is called what? Slap. Now second one what we are going to do is punch. Very good. That is called as punch. Punch പറഞ്ഞ ഡിഷ്കും അടി. എന്നതാ പറയുന്നത്? Punch. Both of you punch. Okay. Normally punch is used in which sport? Fight boxing. Not fight boxing, only boxing. Only boxing, right? So that is called punch. So you know what is slap? എന്താ സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? എന്താ സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ? ടീച്ചർ അടിക്കില്ലേ? അപ്പൊ ടീച്ചർ സ്ലാപ്ഡ് മീ ചോന്നു, റൈറ്റ്? പഞ്ച് നീ പറഞ്ഞാൽ നോക്കില്ലേ? ഡിഷു പിക്ചറിലൊക്കെ കാണില്ലേ? അതിനെന്താ പറയാ? പഞ്ച്. കൈ ഇങ്ങനെ മടക്കി കുത്തില്ലേ? അതിനെന്താ പറയാ? പഞ്ച്. Then kick. എന്ത് ദൈവമേ, അതാ കിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? കിക്ക്. There is something called as kick boxing. Have you known that? Kick boxing പറഞ്ഞാൽ ബോക്സിംഗ് ചെയ്യാ, ചവിട്ടും ചെയ്യാം. If you want to see, I will show you one video. Right? അതിനെ kick boxing. അപ്പോൾ കിക്ക് പറഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യാ? കാല്. ചേച്ചി കാണിച്ച് എന്താ ചെയ്യാ? കിക്ക്. അപ്പോൾ കിക്ക് നമ്മൾ സാധാരണ ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് യൂസ് ചെയ്യുന്ന വേറൊരു ഗെയിമിൽ യൂസ് ചെയ്തതാണ് Football. വെരി ഗുഡ്. ഫുട്ബോൾ. റൈറ്റ്? That is called kick. Shove. What do you mean by shove? Ara? Anybody who can do shove? Shove അത്രയും ചെറിയ doubt ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആളെ കൊണ്ട് പറ്റില്ല. നീ അധികം സംസാരിക്കണ്ട. Shove.
എന്താ ചെയ്താ Show. ഷോ ഷോ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടില്ല ഇതിനെന്താ പറയാ നമ്മള് ഓക്കെ യു ഷോ ഹർ രണ്ടും ഒന്നും ചെയ്യണ്ട ഒരാൾ ചെയ്താൽ മതി ഒറ്റ ടൈം ഷോ പാവം ചെറിയോളാ നീ ഷോ ചെയ്യേ ഇതിനെന്താ പറയാ ഋതു ഷോ അപ്പൊ സ്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് അത് കഴിഞ്ഞ് എന്താണ് പോക്ക് ഈ പറഞ്ഞ കേക്ക് കേട്ടോ പോക്ക് വിരലുണ്ട് കുത്തില്ലേ അവനെന്താ പറയാ നമ്മള് പോക്ക് പിന്നെ പറഞ്ഞ കേക്കിലിടി അതെന്താണത് ചെയ്യാറ് ഇത് പോക്ക് ഓക്കെ നൗ പിഞ്ച് ഇതെന്താ ഞാൻ തപ്പ ഇങ്ങനെയാണോ ശരിക്കും ഇങ്ങനെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം പിഞ്ച് വിടണ്ട സമയം എപ്പോഴേ കിട്ടുള്ളൂ അങ്ങനെ ക്ലാസ്സിൽ അതിനെ പിടിച്ച് തല്ലും അപ്പൊ അതിനെന്താ പറയണത് പിഞ്ച് അപ്പൊ ലെറ്റ്സ് റിവൈസ് വൺസ് അഗൈൻ സ്ലാപ്പ് പഞ്ച് കിക്ക് ഷോ poke and pinch. Then comes choke. What is choke? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. I am choked. Uncle, I can't take breath here. I am choked. അപ്പോൾ choke എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പറഞ്ഞ കേൾക്കില്ല. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യില്ല. അപ്പോൾ ചിലപ്പോൾ എന്തറിയോ ഈ കൈയിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യില്ല. ഈ കഴുത്തിൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ എന്താവും നമുക്ക് ശ്വാസം എടുക്കാം. So Jason is choked. അല്ലേട്ടോ ചോക്ക് അതാ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഇങ്ങനെ ബാക്ക് ഇപ്പോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചില്ലേ കേൾക്കുവോ കേൾക്കുവോ അത് നമ്മൾ കൊണ്ട് ചെയ്യില്ലേ